എൻ്റെ പേര് ഡോക്ടർ സൗമ്യ സരൻ. 2001 ഞാൻ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ എൻട്രൻസ് എക്സാം എഴുതുന്നത്. അതിനുശേഷം എത്രയോ എൻട്രൻസ് എക്സാമുകൾ എഴുതി, MBBS കഴിഞ്ഞ് അതിനുശേഷം കുട്ടികളുടെ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഗോൾഡ് മെഡലോട് കൂടിയാണ് ഞാൻ പാസ്സാവുന്നത്. ഇപ്പോൾ ഞാൻ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായിട്ട് വേറൊരു രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് സോനം വാങ്ചുക്കിന് വേണ്ടിയോ അഭിജിത്ത് ദീപ്കയ്ക്ക് വേണ്ടിയോ കൊക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ടിയോ അല്ല. കാരണം ഇവരെ ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല, ഇവരുമായി എനിക്ക് ബന്ധവുമില്ല. പലരും പറയുന്ന പോലെ ഇവരുടെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നും എനിക്കറിയില്ല. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഇവർക്ക് വേണ്ടിയല്ല. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് നേരിട്ടറിയുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയാണ്. കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അവരിൽ ഒരാളായിരുന്നു. എൻ്റെ അച്ഛനും ആ പല അച്ഛന്മാരിൽ ഒരാളായിരുന്നു. तो बदलना है। वो मेरा बेटा है, वहाँ पे फोटो लगी है, वो मैं उसका पापा हूँ। जब शुरू किया था तब मैं इसीलिए आया था। मेरे को मेरा बेटा कह रहा है अब हम मर जाएंगे, जहर खा ले। मतलब 12 घंटा 18 घंटा ड्यूटी मतलब पढ़ता था और फिर 4 बजे सवेरे उठ जाता था, 12 बजे रात. നമ്മളിപ്പോൾ കണ്ട ആ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെട്ട ആ അച്ഛന്മാർക്ക് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ട് അല്ലെങ്കിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ഒരു ഇന്ത്യ എന്നുള്ള രീതിയിൽ അത്രയും അഭിമാനത്തോടു കൂടി വേറൊരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാനടക്കമുള്ള ഇന്ത്യൻ ജനത തിരഞ്ഞെടുത്ത നമ്മുടെ ഗവൺമെൻറ്റിലും എനിക്കിപ്പോഴും പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവിടെ പഠിച്ച ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ച മെറിറ്റ് സീറ്റിൽ പഠിച്ച ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഗവൺമെൻറ്റിനോട്, ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളിൽ വേറൊരു രാജ്യത്ത് ഇരുന്നാണെങ്കിൽ പോലും അത് കാണുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ആ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു 25 വർഷം മുമ്പ് ഞാനും. ആ അച്ഛന്മാരിൽ ഒരാളായിരുന്നു എൻ്റെ അച്ഛനും. വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കാത്ത എന്നെപ്പോലെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച എൻ്റെ അച്ഛൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. എൻ്റെ അമ്മ ഒരു സാധാരണ LP സ്കൂൾ ടീച്ചറായിരുന്നു. മക്കളെ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഡോക്ടർമാരും എഞ്ചിനീയറും ആക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അച്ഛനമ്മമാരാണ് എൻ്റെ അച്ഛനമ്മമാരെ പോലെ ബഹുഭൂരിപക്ഷം അച്ഛനമ്മമാരും. അവർക്ക് കാണാനുള്ളത് സ്വന്തം മക്കളെ പറ്റി സ്വപ്നങ്ങൾ മാത്രമാണ്. അവരുടെ മക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് പഠിക്കുക, ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ സിസ്റ്റംസിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തോടു കൂടി മുന്നേറുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കഠിനാധ്വാനം എന്ന് പറയുന്നത് മാത്രമായിരുന്നു. ഞാൻ ഇന്ന് ആ മക്കളിൽ കാണുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പേ എന്നെ തന്നെയാണ്. അന്ന് രാവ് പകലാക്കി പഠിക്കുമ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, എത്രത്തോളം മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥി ഈ പറയുന്ന എൻട്രൻസ് എക്സാമിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് നല്ലപോലെ അറിയാം. MBBSന് വേണ്ടിയിട്ട് ഒരു എക്സാം, അത് കഴിഞ്ഞ് PGക്ക് വേണ്ടി ഒരു എക്സാം, അത് കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഡോക്ടർ ആവാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരൻ്റെ മക്കൾ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തെ മാത്രമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പരാതി പറയാനുള്ളത് ഈ നാട്ടിലെ ഗവൺമെൻറ്റിനോട് മാത്രമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ നാട്ടിലെ സിസ്റ്റത്തെ മാത്രമാണ്. നമ്മൾക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല. അപ്പം അതുകൊണ്ട് ഇവരെ കേൾക്കുക. ഇവർ പറയുന്നത്, ഇവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ നിങ്ങളെ കരിവാരി തേക്കാനോ നിങ്ങളെ അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ അല്ലെങ്കിൽ ദേശഭക്തി ഇല്ലാത്ത ആളുകളൊന്നുമല്ല. ഇവരെല്ലാവരും നമ്മുടെ നാടിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് അവരുടെ വേവലാതികളാണ്, അവരുടെ ബുദ്ധിമുട്ടുകളാണ്. അത് വേറെ പോയി പറയാൻ അവർക്ക് വേറൊരു ഇടമില്ല. അത് പറയേണ്ടത്, അത് കേൾക്കേണ്ടത് ആ നാട്ടിലെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരെ കേൾക്കുക എന്നുള്ളത് അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം അവർക്ക് പോകാൻ വേറെ ഇടമില്ല. എന്നെപ്പോലെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പഠിത്തം മാത്രം, കഠിനാധ്വാനം മാത്രം സ്വന്തമായി അല്ലെങ്കിൽ മൂലധനമായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒരു എക്സാം ശരിയായ രീതിയിൽ അതിൻ്റെ ചോദ്യപേപ്പർ ചോരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ലീക്കുകൾ സംഭവിക്കുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളുടെ കഠിനാധ്വാനമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് യാതൊരു വിലയുമില്ലാതെ ആയി പോകുന്നത്. അപ്പോൾ
അവരെ കേൾക്കാൻ. എനിക്കറിയാം, ഇന്ന് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട വാർത്ത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് CJP എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനെ സമീപിച്ചപ്പോൾ അവരത് നിരാകരിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ചർച്ചയിലൂടെ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ഗവൺമെൻറ് മാത്രം വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് രണ്ട് വിഭാഗവും ഒരുപോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികളാവട്ടെ, CJP എന്ന് പറയുന്ന പാർട്ടികളാവട്ടെ, അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻകൈയെടുത്ത് നിൽക്കുന്ന പല പേരുകളുമുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: വിട്ടുവീഴ്ച രണ്ട് ഭാഗത്തു നിന്നും സംഭവിക്കണം. ഒരിക്കലും വയലൻസ് അല്ല. അത് ഗവൺമെൻറ് വിദ്യാർത്ഥികളോട് ചെയ്താലും വിദ്യാർത്ഥികൾ തിരിച്ചു ചെയ്താലും വയലൻസ് ഒരിക്കലും നമ്മുടെ ഇന്ത്യയുടെ ഒരു മാർഗമല്ല. നമ്മുടെ മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ, ഭാരതം ലോകത്തിന് മുന്നിലേക്ക് വെച്ച ഏറ്റവും വലിയ സഹന സമരമാണ് സത്യാഗ്രഹവും അഹിംസയും. അതെനിക്ക് പറയാനുള്ളത് രണ്ട് വിഭാഗത്തോടുമാണ്. ഒരിക്കലും വയലൻസിൽ കൂടെ അല്ലെങ്കിൽ അടിച്ചമർത്തലിലൂടെ ഒരിക്കലും നമുക്കിതിന് ഒരു സൊല്യൂഷൻ കിട്ടുകയില്ല. സൊല്യൂഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ചർച്ചകളാണ്. അതിന് രണ്ട് വിഭാഗവും തയ്യാറാവണം, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. ഗവൺമെൻറ് ഈ കുഞ്ഞുങ്ങളെ കേൾക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം, അവരുടെ ആവലാതികൾ കേൾക്കണം. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, മെറിറ്റ് സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സീറ്റുകളും മെറിറ്റ് സീറ്റുകളും മാത്രമാണ് സാധാരണക്കാരൻ്റെ മക്കൾക്ക് ആകെയുള്ള ആശ്രയം. അങ്ങനെയുള്ള മെറിറ്റ് സീറ്റിൽ പഠിച്ച് ഇന്ന് വേറൊരു രാജ്യത്ത് വളരെ അഭിമാനത്തോടുകൂടി ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ അനിയന്മാരും അനിയത്തിമാരും നാളെ ഇതേ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പോയിട്ട് പ്രൗഡ് ഇന്ത്യൻ എന്ന് പറഞ്ഞ് ജോലി ചെയ്യണമെന്ന് അത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിട്ടുവീഴ്ച രണ്ട് ഭാഗത്തും സംഭവിക്കണം. സ്റ്റുഡൻസിന് വേണ്ടി മുന്നോട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന ആളുകളും കടുംപിടുത്തം ഉപേക്ഷിച്ച് ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രപ്പോസലുകൾക്ക് കുറച്ചുകൂടി റിസപ്റ്റീവായിട്ട്, കുറച്ചുകൂടി സ്വീകാര്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ കുട്ടികളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും മഞ്ഞുരുകണം. രണ്ട് വിഭാഗവും കുറച്ചുകൂടി ശാന്തമായിട്ടൊരു അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകണം. ചർച്ചകളിലൂടെ മാത്രമേ നമുക്ക് ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരിക്കലും ഇപ്പോൾ ഈ പറയുന്ന ഫ്രിക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു അണീസി ആയിട്ടുള്ള ഈ ഒരു സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എത്രയും വേഗം ഇത് ശരിയാവണമെന്നാണ് ഈ വേറൊരു രാജ്യത്തിരുന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എൻ്റെ രാജ്യം എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ വേറെ രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാവുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഗവൺമെൻറ്റിൽ, എൻ്റെ സർക്കാരിൽ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവർ നല്ല രീതിയിൽ തന്നെ ഈ സ്റ്റുഡൻസുമായിട്ടൊരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ആളുകളും അതേ രീതിയിൽ തന്നെ അവരുമായിട്ട് സഹകരിക്കുമെന്നും എത്രയും വേഗം ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം ഉണ്ടാവുമെന്നും ഇനിയെങ്കിലും എൻ്റെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ചോർച്ചകളും വളരെ വളരെ വാട്ടർ ടൈറ്റായിട്ട് അല്ലെങ്കിൽ അത്രയും സുതാര്യമായിട്ട് സാധാരണ സ്റ്റുഡൻസ്, സാധാരണ ജനങ്ങൾ, സാധാരണക്കാർ വിശ്വസിക്കുന്ന പബ്ലിക് എക്സാംസ്, അത് നീറ്റ് ആവട്ടെ, UGC നെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ CBSE എക്സാം ആവട്ടെ, മെറിറ്റിലാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ജീവിക്കുന്നത്. കാശുകാരുടെ മക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ചേരാൻ എത്രയോ കോളേജുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ആകെയുള്ള ആശ്രയം സർക്കാർ മെഡിക്കൽ കോളേജുകളും സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങളും മാത്രമാണ്. അപ്പോൾ അത് സുതാര്യമായി നടത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിന് ഇതൊരു റിക്വസ്റ്റായിട്ട് മാത്രം കാണുക പ്ലീസ്. എത്രയും വേഗം തുറന്ന ചർച്ചകൾ സംഭവിക്കട്ടെ. എത്രയും വേഗം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവട്ടെ. ജയ് ഹിന്ദ്.